കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവണില്ലല്ലോ എന്ന് പറയുന്ന പോലെ പ്ലാനുകളൊന്നും അങ്ങോട്ട് നടക്കണില്ല. ഒരാഴ്ചയായിട്ട് വല്ലാത്തൊരു മടിയാണോ മടുപ്പാണോ എന്നറിയില്ല. എന്താണ് പ്രശ്നം എന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടണില്ല കേട്ടോ. വീട്ടിൽ നല്ല തിരക്കാണ്. അതിൻ്റെ ഇടയിൽ അപ്പൂസ് മിന്നിയിട്ടുണ്ട്, കാണുന്നില്ല. തിരഞ്ഞന്ന് നോക്കിയപ്പോൾ അവന് കോയിനിയും പിടിച്ചിട്ട് ഇതാ കർട്ടൻ്റെ ബാക്കിലുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറക്കി വിട്ടപ്പോൾ നേരെ ഷോക്കേസ് കയറി നിന്നൊക്കെ കേട്ടോ. ബാന അതൊരു ജീവനാണ്, അതിനെ കൊണ്ട് കുട്ടീനെ കളിപ്പിക്കാൻ നിൽക്കല്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇമ്മ അത് വാങ്ങിപ്പോയിട്ട്. ഇങ്ങനെ പെറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷെ അവരെ വേദനിപ്പിക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. ഉമ്മ ഇപ്പം ഈ നാളികേരൊക്കെ വെട്ടുന്ന തിരക്കാണ്. മഴക്കാലം ആകുമ്പോഴേക്കൊക്കെ സെറ്റ് ആവണം. ഇൻഷാ അല്ലാ ഉമ്മ ഹജ്ജിനും പോകാനുള്ളതല്ലേ, അപ്പോഴേക്കൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ആ സമയത്താണ് പൂമോൾ വിളിച്ചത്. പന ഈ വേഗം കുളിച്ചിട്ട് റെഡിയാവും, നമുക്കൊന്ന് പുറത്തു പോവാം, ഒലിപ്പുഴ പോയിട്ട് കുറച്ച് തൈകൾ വാങ്ങണം, അപ്പോൾ ഈ എന്നെ ഹെൽപ്പ് ചെയ്യണോ ഈ വാവ് പറഞ്ഞിട്ട് എന്നോട് റെഡിയാവാൻ പറഞ്ഞു. ഏതായാലും ഞാനും അപ്പൂസും അവിടെ വെറുതെ ഇരിക്കല്ലേ, ഞങ്ങൾ വേഗം കുളിച്ച് റെഡിയായിട്ട് പൂമോളിനും ഓശുവിൻ്റെയും കൂടെ മേലാറ്റൂർ പോയിട്ടോ. അത്യാവശ്യത്തിൽ കൂടുതൽ തൈകൾ പൂമോൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തൈകളും ബുക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കണ്ട എനിക്കൊരു ഭ്രാന്ത് കയറാനുണ്ട്. ഞാനും ഈ കാണുന്ന കുടംപുള്ളി എടുത്ത് ബാക്കിൽ വെക്കാൻ സ്ഥലമല്ല, അതുകൊണ്ട് മുന്നിൽ വെച്ചൊക്കെയായിരുന്നു കേട്ടോ. മടങ്ങി പോകുന്ന സമയത്ത് ഞങ്ങൾ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. അതൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ പൂമോളെ വീട്ടിൽ പോയിട്ട് ഈ തൈകളൊക്കെ അവിടെ ഇറക്കിയിട്ടാണ് ഇനി തിരിച്ച് നമ്മൾ ചെറുകോട്ടേക്ക് പോകുന്നത് കേട്ടോ. പൂമോളെ വീടും ചെറുകോടും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ചെന്നപ്പോൾ കുഞ്ഞാമ്മ നല്ല ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കം കഴിഞ്ഞപ്പോഴേക്ക് ലൂമി നൈനും മുത്തോസും സൂലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞാമ്മയും ഫെബിയും പുറത്ത് പോയി വന്നത് കേട്ടോ. അവർ ഷോപ്പിങ്ങിനൊക്കെ പോയതാണ്, കല്യാണമൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് രാത്രി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇനി നേരെ മേലാറ്റൂർക്ക് പോവുകയാണ്. എൻ്റെ വോട്ട് മേലാറ്റൂരല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് വണ്ടൂർ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് അറിയാം. ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് അപ്പൂസിന് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞ് ഞാനും എനിക്ക് നേരെ ഫെസ്റ്റിന് പോയിട്ടോ. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ ഇൻഷാ അല്ലാ.